ഹായ് മക്കളെ, നമ്മളിതാ നമ്മുടെ ഘർ പേട ഔർ താരെ കി യാദ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോകകഥയായിരുന്നു ഘർ പേട ഔർ താരെ കി യാദ്. പിന്നെ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിലുള്ള ആക്ടിവിറ്റീസ്. അപ്പൊ ആദ്യത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം. अपने घर वापस पहुंचने के लिए भाई बहन किन किन निशानों की याद करते हैं. അപ്പം തങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തുന്നതിനായിട്ട് ഈ സഹോദരനും സഹോദരിയും എന്തൊക്കെ അടയാളങ്ങളാണ് നോക്കി വെച്ചിരുന്നത്? കഹാനി സെ ढूंढ कर लिखे. അപ്പൊ കഥയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോയിന്റ്സ് നന്നായിട്ട് നോക്കി വെക്കണം, എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, എനിക്കറിയാം, നല്ല മക്കളാണ് നിങ്ങള്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു തന്നേ എന്തൊക്കെയാണെന്ന്. ഒന്നത്തെ കാര്യം എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം घर के सामने एक बड़ा सा सनोबर का पेड़ है. ഇതല്ലേ ഒന്നാമത്തെ കാര്യം? घर के सामने, घर के आंगन में एक बड़ा सा सनोबर का एक पेड़ है. വീടിന്റെ മുറ്റത്ത് എന്തുണ്ട്? ഒരു വലിയ സനോബർ വൃക്ഷമുണ്ട്. हर सुबह दो प्यारे पक्षी वहां गाते हैं. എല്ലാ ദിവസവും രാവിലെ എന്താണ്? അവിടെ രണ്ട് പക്ഷികൾ വന്നിട്ട് പാട്ട് പാടുമായിരുന്നു മരത്തിലിരുന്നിട്ട്. और रात को पेड़ की शाखाओं के बीच से एक चमकीला तारा दिखाई देता है. പിന്നെ എന്താ ഉള്ളത്? രാത്രിയിൽ മരത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ കൂടെ ഒരു നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു നക്ഷത്രത്തെയും നമുക്ക് കാണാമായിരുന്നു. അപ്പം ഈ നിശാനോ കോ യാദ് കർക്കെ ഉൻഹോനെ ഘർ ढूंढ लिया. ഈ അടയാളങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് അവരെന്തെത്തിയത്? അവരുടെ വീട് കണ്ടെത്തിയത്. അപ്പം ഈ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ വർക്ക് അല്ലേ? അപ്പൊ ഈ പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കണം. ഘർ പേട ഔർ താരെ കി യാദ് എന്ന സ്റ്റോറിയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്. അപ്പൊ ഇത് മക്കളെ നിങ്ങൾ മറന്നു പോവാൻ പാടില്ല, എക്സാമിന് വരുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വർക്ക്, भाई बहन को अपने घर पहुंचने में कईयों ने अपनी भूमिका निभाई है. ऐसे प्रसंग कहानी से चुनकर लिखे. അപ്പം ഈ സഹോദരനും സഹോദരിയും അവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് ഒരുപാട് ഭൂമിക നിഭായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത് വീട്ടിൽ എത്തിച്ചേരുന്ന ഒരു വഴിയിൽ. അപ്പൊ എന്തൊക്കെയാണെന്ന് കഥയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതാനാണ്. അപ്പൊ അവർക്ക് അവർ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്? ആദ്യത്തെ കാര്യം എന്തായിരുന്നു? അവരൊരു നാൽക്കവലയിൽ എത്തിയ സമയത്ത് അവർക്ക് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ത് കണ്ടു? ഗീത് ഗാനെ വാലെ ദോ ചോട്ടെ പക്ഷിയോ നെ രാസ്ത ദിഖായ. പാട്ട് പാടുന്ന രണ്ട് ചെറിയ പക്ഷികൾ അവർക്ക് എന്ത് കാണിച്ചു കൊടുത്തു? വഴി കാണിച്ചു കൊടുത്തല്ലേ? പിന്നെ എന്താ ഉണ്ടായത്? രാസ്തേ മേ നദി പാർ കർനെ കെ ലിയെ ഏക് നാവ് മിലി. വഴിയിൽ വെച്ചിട്ട് നദി മുറിച്ചു കടക്കാനായിട്ട് എന്ത് കിട്ടി? ഒരു തോണി കിട്ടിയല്ലേ? എങ്ങനെ പോകുന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് നദി കടക്കാനായിട്ടൊരു വഴിയിൽ വെച്ചൊരു തോണി കിട്ടി. പിന്നെ എന്താ കണ്ടത്? വീട് എത്തിച്ചേരുന്നതിനായിട്ട് പിന്നെ എന്താ അവർക്കൊരു ഹിന്റ് കിട്ടിയത്? ഏക് ലഡ്കി ദേഖി ജോ ഉൻകെ മാതാ പിതാ കി ഭാഷ ബോൽത്തി തി. ഒരു ലഡിക്ക്, ഒരു ഗേളിനെ കണ്ടിരുന്നല്ലോ, ഒരു പെൺകുട്ടിയെ. ആ പെൺകുട്ടി എന്താ സംസാരിച്ചിരുന്നത്? അവരുടെ അച്ഛനും അമ്മയും സംസാരിച്ചിരുന്ന അതേ ഭാഷ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയെയും കണ്ടെത്തി. പിന്നെയോ സഫർ കെ ദൗറാൻ മേ കई ജഗഹോം സെ ഖാന और സോനെ കി ജഗഹ് മിൽത്തി. ഇവര് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്? ഭക്ഷണവും കിടക്കാനുള്ള ഇടവും കിട്ടിയിരുന്നു. പിന്നെ എന്താ കിട്ടിയത്? അന്ധമേം ഘർ കി ഗളഹാൻ കുയേം ആദി ദിക്കേം. അവസാനം ഇവർ എന്തൊക്കെ കണ്ടെത്തി? വീടിന്റെ അവരുടെ ഒരു കളപ്പുര, പിന്നെ കിണറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തി. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലേ അവർ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്ന അവർക്കുണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങള് വീട് കണ്ടെത്താനുള്ള. ക്ലിയർ അല്ലേ? ഇത് നമ്മുടെ കഥയിൽ നിന്നും തന്നെ എടുത്തെഴുതാൻ പറ്റിയ ഒരു ഈസി വർക്കാണ്. നെക്സ്റ്റ്, ഇത് അതിനേക്കാൾ വളരെയേറെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. സഹി മിലാൻ കരേ. സഹി മിലാൻ കരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാച്ച് ദ ഫോളോയിങ്. അപ്പൊ നമുക്ക് 3 ബോക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സ് എന്താണ്? പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്യാരക്ടർ. പിന്നെ കഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ ഒരു ഡയലോഗ് അല്ലേ? നെക്സ്റ്റ് മനോഭാവം.
ആ ഒരു ഡയലോഗിൽ എന്ത് തരത്തിലുള്ളൊരു മനോഭാവമാണ് ഉള്ളത്, അവരുടെ ഒരു ആശയം എന്താണ്. അപ്പൊ ഇത് മൂന്നും കൂടെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ്. പാറിക്ക പാത്ര ഭായി അഭിഭാവക് ബഹൻ ഓർ മാം. കഥൻ നോക്കാം എന്തൊക്കെയാണ്. മുझे पता था कि आज कोई अच्छी बात होने वाली है. എനിക്കറിയാമായിരുന്നു ഇന്ന് എന്തോ ഒരു നല്ല കാര്യം നടക്കും എന്നുള്ളത്. ആരാ ഇങ്ങനെ പറഞ്ഞത്? എനിക്കറിയാമായിരുന്നു ഇന്ന് എന്തോ ഒരു നല്ല കാര്യം നടക്കും. ആരാ പറഞ്ഞത്? ആരാ? അമ്മ. നിങ്ങൾക്കറിയാം ആരാ പറഞ്ഞത്? അമ്മ പറഞ്ഞു. അപ്പൊ നമ്മൾ മാച്ച് ചെയ്ത ആദ്യത്തെ കാര്യം. ഇനി നെക്സ്റ്റ് വായിച്ചു നോക്കാം. ഇത് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. ഭായി ഹം ഘടി പഹാഡിയോം പർ കൈസെ പഹുഞ്ചെങ്കെ. ജ്യേഷ്ഠ, നമ്മൾ ഈ ഉയർന്ന കുന്നുകളിൽ എങ്ങനെ നമ്മൾ അവിടെ എത്തിച്ചേരും? സഹോദര, എങ്ങനെ നമ്മൾ ഈ കുന്നുകളുടെ മുകളിലൊക്കെ എത്തിച്ചേരും? അപ്പൊ ആരാ സഹോദര എന്ന് വിളിച്ച് സംസാരിക്കുന്ന ആളവിടെ? ആരാ? ബഹൻ. സഹോദരിയാണ് സഹോദരനെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത്. പിന്നെയോ, അബ് ഹമേം അപ്നാ ഘർ മിലാ ഗയാ ഹേ, ഹമാരി ബഡ്കൻ ഗദം ഹോ ഗയി ഹേ. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു, നമ്മുടെ എല്ലാ അലച്ചിലും അവസാനിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞത് ആരായിരുന്നു? ആരാ? ഭായി, സഹോദരനാണല്ലേ ഇത് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ഈസിയാണ്. ഇനി ലാസ്റ്റിലൊരു സെന്റൻസേ ഉള്ളൂ, അവിടെ ലാസ്റ്റിൽ ഒരാളേ ഉള്ളൂ, അത് രണ്ടും ഒരാളുടേതായിരിക്കും. നോക്കാം നമുക്ക്. ഘർ ലൗട്ടെ ഹുയെ തും മുസീബത്ത് മേ ഹി പടോഗെ. നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ നേരിടേണ്ടി വരും. അത് പറഞ്ഞതാരാണ്? അഭിഭാവക്. ഇപ്പൊ ഫസ്റ്റ് ബോക്സ് നമ്മൾ മാച്ച് ചെയ്തു. ഇനി മനോഭാവം നോക്കാം എന്തൊക്കെയാന്ന്. ഭായി ബഹൻ കെ ഭവിഷ്യ പർ ആശങ്ക. ഈ സഹോദരന്റെയും സഹോദരിയുടെയും മുന്നോട്ടേക്കുള്ള കാലം, അവരുടെ ഒരു യാത്ര എന്താകും എന്ന കാര്യത്തിൽ ആർക്കാ ടെൻഷൻ ഉണ്ടായിരുന്നത്? അഭിഭാവകിന്. അപ്പൊ അഭിഭാവകിന്റെ ഡയലോഗ് ഇതാണ്, ഗർ ലൗട്ടെ ഹുയെ തും മുസീബത്ത് മേഹീം പടോഗെ. അപ്പം അത് എന്താണ്? അവർ വീട്ടിൽ തിരിച്ചെത്തുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയായിരുന്നു. മാച്ച് ചെയ്തു. നെക്സ്റ്റ് മനോഭാവ് സഫലതാ പർ ഖുഷി. സഫലതാ പർ ഖുഷി എന്താണ്? അവരുടെ ഒരു വിജയത്തിലുള്ള ഒരു സന്തോഷം. ആ വിജയത്തിലുള്ള സന്തോഷം ആർക്കാ ഉണ്ടായിരുന്നത്? നമ്മുടെ ഭായിക്കും അല്ലേ. വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പം അലച്ചിൽ അവസാനിച്ചു. അപ്പൊ അവരുടെ ആ ഒരു വിജയത്തിൽ എത്തിച്ചേർന്നു. ആ ഒരു സഫലതാ പർ ഖുഷി ആർക്കാണുള്ളത്? നമ്മുടെ സഹോദരനാണ് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് മനോഭാവ് ജീവൻ മേം ഖുഷിയോം കെ ലൗട്ട് ആനെ കി പ്രതീക്ഷ. ജീവിതത്തിൽ സന്തോഷം തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ നിറഞ്ഞ സംസാരം ആരുടേതായിരുന്നു? ആരുടേതാ? ഇവിടെ നോക്കാം. മുझे पता था कि आज कोई अच्छी बात होने वाली है. എനിക്കറിയാമായിരുന്നു ഇന്ന് എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കുമെന്ന്. ആരാ പറഞ്ഞത്? അമ്മ, മാം. അപ്പോൾ ഇതും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്തു. പിന്നെ നെക്സ്റ്റ് രാസ്തേക്ക് ബാധാവും കെ ഡർ. വഴിയിലുള്ള തടസ്സങ്ങളെ കുറിച്ചിട്ടുള്ള പേടി. ആർക്കായിരുന്നു വഴിയിലുള്ള തടസ്സങ്ങളെ കുറിച്ചിട്ടുള്ള പേടി? നമ്മുടെ സഹോദരിക്ക്. സഹോദരി എന്താ പറഞ്ഞത്? ഭായി ഹമേം ഗഡി പഹാഡിയോം പർ കൈസെ പഹുഞ്ചെങ്കെ. നമ്മൾ എങ്ങനെ ഈ വലിയ കുന്നിന്റെ മുകളിലൊക്കെ എത്തിച്ചേരും എന്നുള്ള വഴിയിലുള്ള തടസ്സങ്ങളെ കുറിച്ചിട്ടുള്ള പേടി നമ്മുടെ സഹോദരിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഈസി ആയിട്ടുള്ള വർക്കാണ്. ക്യാരക്ടേഴ്സും അവരുടെ ഡയലോഗും ആ ഒരു ഡയലോഗിന്റെ ഉള്ളിലുള്ള ആ ഒരു കണ്ടന്റ്, അവരുടെ മീൻ ചെയ്തത് എന്താണ്, അതും തമ്മിൽ മാച്ച് ചെയ്യാൻ. അപ്പൊ അത് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ജൈസ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഭായി എന്നുള്ളൊരു നെയിം എഴുതി. എന്നിട്ട് എന്താണ് അവരുടെ ഡയലോഗ്? അബ് ഹമേം അപ്നാ ഘർ മിൽ ഗയാ ഹേ, ഹമാരി ബഡ്കൻ ഗദം ഹോ ഗയി ഹേ. അപ്പൊ ഒരു ഡയലോഗിന്റെ മീനിങ് എന്താണ്? മനോഭാവം എന്താണ്? സഫലതാ പർ ഖുഷി. അപ്പൊ ഇനി നിങ്ങൾ അതുപോലെ എന്തെഴുതണം? ബഹന്റേത് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ബുക്കിൽ കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത് ആരുടെ ഡ്യൂട്ടിയാ? നിങ്ങളുടെ ഡ്യൂട്ടിയാണേ. അപ്പൊ നമ്മൾ മാച്ച് ചെയ്ത കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം കേട്ടോ മക്കളെ. അപ്പോൾ ഒരിക്കലൂടെ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഒന്നുകൂടെ മനസ്സിൽ ഇത് ക്ലിയർ ആവും. ബഹൻ, അഭിഭാവക്, മാം, ഈ ഒരു 3 പേരുടെ കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ മാച്ച് ചെയ്ത കാര്യങ്ങളാണ്. അത് കറക്റ്റ് ആയിട്ടൊന്ന് നിങ്ങൾ ഫില്ല് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ അല്ലേ?
നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചരിത്ര പർ ടിപ്പണി ലിഖേ. ചരിത്ര പർ ടിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ, ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാൻ, ഒരു കഥാപാത്രത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാൻ പറയുന്നതാണ് ചരിത്ര പർ ടിപ്പണി ലിഖേ. इस कहानी का कौन सा पात्र आपको अधिक पसंद आया? क्यों? ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഏത് ക്യാരക്ടറിനെയാ? ഏത് ക്യാരക്ടറാ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായത്? സഹോദരനെയാണോ? സഹോദരിയുണ്ട്, അച്ഛനും അമ്മയുണ്ട്, അഭിഭാവകുണ്ട്. ഇത്രയും ആളുകളല്ലേ മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ്. അപ്പൊ ഇതിൽ ഏത് ക്യാരക്ടറിനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയണം, എന്തുകൊണ്ടാണെന്നും നിങ്ങൾ പറയണം. ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ വർക്ക് തന്നിരിക്കുന്നത് കഹാനിക്ക് ഭായിക്ക് ചരിത്ര പർ ടിപ്പണി ലിഖേം. ആരെ കുറിച്ചിട്ടാ നമ്മൾ ചരിത്ര ടിപ്പണി എഴുതേണ്ടത്? ഭായിയെ കുറിച്ചിട്ടല്ലേ? സഹോദരനെ കുറിച്ചിട്ട് നമ്മൾ ചരിത്ര പർ ടിപ്പണി എഴുതാം, അതായത് ക്യാരക്ടർ സ്കെച്ച്. ഇവിടെ നമ്മൾ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായി കഴിഞ്ഞാലും എക്സാമിന് വരുന്ന ഒരു കാര്യമാണിത്, ഒരു ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ കഥയിൽ എന്ന് പറഞ്ഞ ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ട് വരുന്നത് നമ്മുടെ സഹോദരനല്ലേ. ആളാണ്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ടേക്ക് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് മുന്നിൽ നടക്കുന്നതും നമ്മുടെ അച്ഛനും അമ്മയെയും കണ്ടെത്തിയതും വീട് കണ്ടെത്തിയതും അല്ലേ. അപ്പൊ ആളെ കുറിച്ചിട്ടുള്ളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതണം. ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടാകും, ചിലർക്കൊക്കെ അറിയാൻ മതിയാകും. നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ എഴുതേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക? നമ്മൾ ഏത് ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ക്യാരക്ടറിനെ തന്നിട്ടുണ്ടാകും, എക്സാമിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ തന്നിട്ടുണ്ടാകും. അപ്പൊ ആ ക്യാരക്ടർ ഏത് കഥയിലുള്ള ആളാണ്, ഏത് കവിതയിലുള്ളതാണോ, എന്താണ്, നമ്മൾക്ക് ഏതിൽ ആണ് ഈ ആള് വരുന്നത്, ആ കാര്യം കഥാപാത്രം ഏതിലാണ് വരുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വേണ്ടേ? അത് വേണം. പിന്നെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ആ കഥയോ അല്ലെങ്കിൽ കവിതയോ എന്ത് കാര്യമായി കഴിഞ്ഞാലും അത് എഴുതിയതാരാണ്, അതിന്റെ റൈറ്റർ, ഓതർ ആരാണെന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? കഥാപാത്രം ഏത് കഥയിലുള്ളതാണ്, ആ കഥ എഴുതിയിരിക്കുന്നത് ആരാണ്, ആ കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോർഷനായിട്ട് നമ്മൾ ആ ഒരു കാര്യം എഴുതുക. പിന്നെ നമ്മൾ എന്തെഴുതണം? ഈ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ, ക്യാരക്ടറിനെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്, ആൾക്ക് എന്തൊക്കെ സവിശേഷതകളാണുള്ളത്, എന്തൊക്കെ മെറിച്ചോ ഡീമെറിച്ചോ, എന്തൊക്കെയാണ് ആളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഭായിയെ കുറിച്ചിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ആണ്. मंगलेश डबराल की कहानी घर पेट और तारे की याद मुख्य पात्र है भाई. मंगलेश्वर डबरालिന്റെ കഥയായിട്ടുള്ള घर पेट और तारे की याद की मुख्य पात्र है भाई. അതിലുള്ള ഒരു മെയിൻ ക്യാരക്ടർ ആണ് ഭായി. അപ്പൊ ഈ ഭായിയുടെ യഥാർത്ഥ ഒറിജിനൽ നെയിം നമുക്ക് കഥയിൽ തന്നിട്ടുണ്ടോ? ഇല്ല. കഹാനി മേ ഉൻകാ അസലി നാം നഹീ ബതായാ ഗയാ. അപ്പൊ ഈ കഥയിൽ ആളുടെ ഈ സഹോദരന്റെ ഒറിജിനൽ നെയിം തന്നിട്ടില്ല. युद्ध के परिणाम स्वरूप उन्हें 8 वर्ष की आयु में अपनी 4 वर्षीय बहन के साथ अपनी मातृभूमि से भागना पड़ा. അപ്പൊ എന്താണെന്നുള്ള കാര്യം പറയുന്നത്, യുദ്ധത്തിന്റെ പരിണാമമായിട്ട് 8 വയസ്സുള്ള സമയത്ത് തന്റെ 6 വയസ്സുള്ള സഹോദരയെയും കൊണ്ടിട്ട് അവൻ എന്താണ്, മാതൃഭൂമി സെ ഭാഗ്ന പട, തന്റെ ജന്മനാട് ഉപേക്ഷിച്ചു പോവുകയാണ്. अपने मन में अपनी जन्मभूमि के बारे में केवल कुछ निशान लेकर वह अपनी माता पिता से मिलने की इच्छा के चलते അവൻ എന്താണ്, തന്റെ മാതൃഭൂമി, തന്റെ സ്വന്തം നാടിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അടയാളങ്ങൾ മാത്രം മനസ്സിൽ ഓർത്തു വെച്ചിട്ട് തന്റെ അച്ഛനെയും അമ്മയെയും കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാതാ പിതാസെ മിൽനേക്ക് ഇച്ഛാക്കെ ചലത്തെ അപ്പനി ബഹൻ കെ സാത്ത് യാത്രാ പർ നിക്കൽത്താ ഹേ. അപ്പൊ അച്ഛനെയും അമ്മനെയും കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്റെ സഹോദരിയെയും കൊണ്ടിട്ട് എന്താണ്, അവൻ യാത്ര തുടങ്ങുകയാണ്.
और कई कठिनाइयों के पार करते हुए अपने गंतव्य तक पहुंचता है. അങ്ങനെ ഇവര് പോകുന്ന വഴിയിൽ എന്താണ്, വളരെ ഈസി വേ ആയിരുന്നോ? അല്ല, ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു അല്ലേ? കഷ്ടപ്പാടും ദുരിതമൊക്കെ നിറഞ്ഞ വഴിയായിരുന്നു. അങ്ങനെ ഒരുപാട് കഠിനതകളുടെ ഒക്കെ ഉള്ളിൽ കൂടെ പോയിട്ട് അവസാനം അവരെവിടെ എത്തിച്ചേർന്നു? അവരുടെ ഒരു ലക്ഷ്യപ്പർ, ഗന്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം എന്നും പറയാം കേട്ടോ. ലക്ഷ്യത്തക് പहुंचता है. यह भाई को अपनी बहन का बहुत ख्याल और प्यार होता है. ഈ സഹോദരന് തന്റെ സഹോദരിയോട് എന്തായിരുന്നു? ഒരുപാട് ഇഷ്ടവും കരുതലും എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് കരുതലൊക്കെ ഉണ്ട്. നമ്മൾ കഥയിൽ പറഞ്ഞിരുന്നു, ഇവർ പോകുന്ന വഴിയിൽ സഹോദരിയെ സംരക്ഷിക്കാനായിട്ടൊരു ഓക്കുമരത്തിന്റെ കൊമ്പൊടിച്ച കഥയൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പൊ എന്താണ്, അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം സഹോദരനുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യം പറയുന്നത് സഹോദരനെ കുറിച്ചിട്ട്? यह भाई के साहस और दृढ़ संकल्प का ही परिणाम था कि वह कई वर्षों के बाद अपने माता पिता को ढूंढ पाए. ഈ സഹോദരന്റെ ആ ഒരു സാഹസികതയും പിന്നെ ആ ഒരു ഉറച്ച വിശ്വാസവും ഉറച്ച തീരുമാനം അച്ഛനെയും അമ്മയും കണ്ടെത്തും, ഞാൻ എൻ്റെ വീട്ടിലെത്തും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എല്ലാം കൊണ്ടാണ് ഇവരെന്താണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തിയത്. അപ്പൊ നമ്മുടെ ആ ഒരു ക്യാരക്ടറിൽ സഹോദരനെ ഏത് സ്റ്റോറിയിലുള്ള ആളാന്ന് പറഞ്ഞു, സ്റ്റോറി എഴുതിയ ആൾ പറഞ്ഞു നമ്മള്. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ക്യാരക്ടർ ആ ഒരു സവിശേഷതകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ ഈ ഭായിയുടേത് തരാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്നാകാം നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയുന്നത്, വേറെ ചാപ്റ്റർ. അപ്പൊ നമ്മൾ ഏത് ചാപ്റ്ററിൽ നിന്നാണെങ്കിലും ഏതൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ചിനെ കുറിച്ച് വരുന്നത് ആണെങ്കിലും നമ്മൾ ആ ഒരു ക്യാരക്ടർ ഏതെന്നാണ് വരുന്നത് എഴുതിയ ആളെയും നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകണം മക്കളെ. പിന്നെ ആളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവരുടെ ഒരു ക്യാരക്ടർ എന്തൊക്കെയാണ്, അവരുടെ സ്വഭാവത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും, ഈ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഭായിയെ കുറിച്ചിട്ടുള്ള ക്യാരക്ടറാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോ, ക്യാരക്ടർ സ്കെച്ച് ഉറപ്പാണ് എക്സാമിന് വരുന്നുള്ള കാര്യം. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് സംവാദ് ലിഖേം റോൾ പ്ലേ കരേം. ഒരു കോൺവെർസേഷൻ എഴുതാം, എന്നിട്ട് അത് ക്ലാസ്സിൽ റോൾ പ്ലേ ചെയ്യാം, നമ്മളോട് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. बहुत भटकने के बाद भाई बहन अपने माता पिता से मिल सके. അപ്പൊ ഒരുപാട് അലച്ചിലിന് ശേഷം അല്ലേ നമ്മുടെ സഹോദരനും സഹോദരിയും ആരെ കണ്ടെത്തിയത്? അച്ഛനെയും അമ്മയെയും കണ്ടെത്തിയത്. इस प्रसंग का संवाद लिखें और कक्षा में रोल प्ले प्रस्तुत करें. അപ്പം ഈ ഒരു ടൈമിന് അവർ അച്ഛനും അമ്മയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാകും? ഒരുപാട് പറയാനുണ്ടാവില്ലേ? അച്ഛന് കുറെ കാര്യം ചോദിക്കാനുണ്ടാകും, അമ്മയ്ക്ക് ചോദിക്കാനുണ്ടാകും, മക്കൾക്ക് പറയാനുണ്ടാകും. അപ്പൊ അതൊക്കെ എന്തൊക്കെയാന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചങ്ങോട്ട് എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ അതൊരു നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരാൾ അച്ഛനാവുക, ഒരാൾ അമ്മയാകുക, ഒരാൾ സഹോദരനും സഹോദരിയും, എന്നിട്ട് അതങ്ങോട്ട് തകർത്ത് അഭിനയിക്കാം. ആ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം എന്തൊക്കെയായിരിക്കും അവർ പറഞ്ഞതെന്ന്. ഇപ്പൊ ഇവർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും ഒരുപാട് സങ്കടത്തിലാണ് അങ്ങനെ റൂമിലിരിക്കുന്നത്. റൂമിലിരുന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ടെന്തോന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ഇവർക്ക് എന്താണ് തിരിച്ച് കിട്ടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് എന്താണ് സഹോദരൻ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചതും അകത്തുനിന്ന് എന്താണ് അച്ഛനും അമ്മയും പറയാണ്, ഒരു രാത്രി ഇവിടെ തങ്ങിക്കോളൂ, ഞങ്ങൾക്കൊരു മക്കളുണ്ടായിരുന്നു, ഇവര് നിങ്ങളെപ്പോലെ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ട് പറയാണ്, ഞങ്ങൾ തന്നെയാണ് നിങ്ങളെ മക്കള്, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ അച്ഛനും അമ്മയാണ് നിങ്ങളെന്ന്. ആ ഒരു സീൻ വരെയാണ് നമ്മളുടെ ചാപ്റ്ററിലുള്ളത്. ബാക്കി അവരുടെ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്താൽ എന്താകും അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയാണ്, പിതാ ഹംനെ നഹീ സോച്ചാ താ കി ഹം തുംഹേ ദോബരാ കബി ദേഖ് പായേംഗേ. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നിങ്ങളെ ഇനി വീണ്ടും ഒരിക്കൽ കൂടെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് അച്ഛൻ പറയുകയാണ്. സഹോദരി ബഹൻ പറയാണ്, മേനെ നഹീം സോച്ചാ താ കി മേം ആപ്സേ മിൽ പാഊംഗാ. ഞാനും ഒരിക്കലും കരുതിയിരുന്നില്ല നിങ്ങളെ കാണാൻ പറ്റുമെന്ന്. ഭായി കി ഹിമ്മത്ത് കി വജഹ സേ ഹി ഹം യഹാം തക് പഹുഞ്ചേ. ജ്യേഷ്ഠന്റെ ആ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അമ്മ പറയാണ്, ബച്ചേ തുംഹേ ഇത്തനെ സമയത്ത് കഹാം ഥേ. അപ്പൊ ചോദിക്കണം, ഇവർ ഒരുപാട് വർഷമായല്ലോ ഇവിടുന്ന് പോയിട്ട്, നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു, നിങ്ങൾ സേഫ് ആയിരുന്നോ? ചോദിക്കണം, അമ്മയ്ക്കൊരു ടെൻഷൻ, എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും കാലം? ഭായി പറയാണ്, മാം
हम देश छोड़कर भले ही सुरक्षित स्थान पर पहुंच गए. ഞങ്ങൾ ഈ നാട് വിട്ട് ഞങ്ങൾ പോയിരുന്നെങ്കിലും ഞങ്ങൾ വളരെ എന്താണ് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയിരുന്നത്. വഹാം കെ ലോഗോം നെ പ്യാർ സെ ഹമാരി രക്ഷ കി. അവിടെയുള്ള ആളുകൾ എന്താണ് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങളെ സംരക്ഷിച്ചിരുന്നത്, ഒരുപാട് സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങളെ സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ അച്ഛൻ പറയാണ്, പിതാ ആപ് യഹാം വാപ്പസ് ആനെ മേം കൈസേ സഫൽ ഹുയേ? जब आप बहुत कम उम्र में यहाँ से चले गए तो क्या आप घर और स्थानों के बारे में जानते थे? അച്ഛൻ ചോദിക്കുകയാണ്, അച്ഛന് സംശയം, ആപ് യഹാം വാപ്പസ് ആനെ മേം കൈസേ സഫൽ ഹുയേ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നതിൽ നിങ്ങൾ ആ ഒരു സക്സസ് എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു? ജബ് ആപ് ബഹുത്ത് കം ഉമ്രുമേ, നിങ്ങൾ ഇവിടുന്ന് എന്താണ് വളരെ ചെറിയ പ്രായത്തിലല്ലേ നിങ്ങൾ ഇവിടുന്ന് യഹാം സേ ചലേ ഗയേ തോ ഇവിടെ നിന്നും പോയത്? क्या आप घर और स्थान के बारे में जानते थे? എന്താ നിങ്ങൾക്ക് വീടിനെ കുറിച്ചിട്ടും ഈ സ്ഥലത്തെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള അറിവുണ്ടായിരുന്നോ? എങ്ങനെ നിങ്ങൾ ഇത്ര കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നു? അച്ഛൻ ചോദിക്കുകയാണ്. സഹോദരൻ പറയാണ്, ഭായി പറയാണ്, പിതാജി मुझे हमेशा हमारा घर और सनोबर का पेड़ पर गाते हुए दो पक्षी और पत्तों के बीच से चांगता तारा याद आता है. പറയാണ്, സഹോദരൻ എന്താ പറയുന്നത്, അച്ഛാ എനിക്ക് എപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ആ സനോബാർ മരവും മരത്തിലിരുന്ന് പാട്ട് പാടുന്ന രണ്ട് പക്ഷികളെയും ഇലകൾക്കിടയിലൂടെ കാണുന്ന ആ തിളങ്ങുന്ന നക്ഷത്രവും എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു. അപ്പൊ സഹോദരിയും പറയാണ്, ഹമേ യഹാം ആനെ കാ രാസ്ത ദിഖാനെ കെ ലിയേ ദോ പക്ഷി ഥേ. അപ്പൊ സഹോദരി പറയാണ്, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ ആരുണ്ടായിരുന്നു? രണ്ട് പക്ഷികൾ ഉണ്ടായിരുന്നു എന്ന് സഹോദരി പറയാണ്. അപ്പൊ അമ്മ എന്താ പറയുന്നത്, ആ സുബഹ യഹാം പേട് പർ ദോ പക്ഷി മധുർ സ്വർ മേ ഗാ രഹേ തേ. അപ്പൊ അമ്മ പറയാണ്, ഇന്ന് രാവിലെ ഇവിടെ മരത്തിലിരുന്നിട്ടും രണ്ട് പക്ഷികൾ എന്താണ് വളരെ മധുരമായി പാടിക്കൊണ്ടിരുന്നു. अब मुझे एहसास हुआ कि यह आपके लौटने का निशान था. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഇത് നിങ്ങളുടെ ഒരു തിരിച്ചു വരവിനുള്ള ഒരു അടയാളമാണെന്ന് എനിക്കും തോന്നിയിരുന്നു എന്ന് അമ്മ പറയുകയാണ്. അപ്പൊ അച്ഛൻ പറയാണ്, പിതാ ലംബേ ഇന്തസാർ കെ ബാദ് ഹം ആപ്കോ വാപ്പസ് ലേ ആയേ. ഒരുപാട് നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ എന്താണ് നിങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നത്. അബ് ഹം ഖുശി സേ രഹ് സക്തേ ഹേ. ഇനി നമ്മൾക്ക് എന്താണ് വളരെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാം. തരത്തിലൊക്കെ ആകാം ഒരു പക്ഷെ അവരുടെ കോൺവെർസേഷൻ. ഇനി ഇതിലും കൂടുതലായിട്ടും അവർ സംസാരിച്ചേക്കാം. അപ്പൊ അതൊക്കെ എന്താണ് നിങ്ങൾ നല്ല ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ഇനിയും ആഡ് ചെയ്ത് ഇതിലേക്ക് കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് എഴുതുക. അപ്പൊ ഇതൊക്കെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗങ്ങളാണ്. ഇവിടെ ഈ അച്ഛൻ്റെ അമ്മൻ്റെയും തമ്മിലുള്ള കോൺവെർസേഷൻ, പിന്നെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച്, ഇതൊന്നും മക്കളെ നിങ്ങൾ മിസ്സാക്കരുത്, നന്നായിട്ട് പഠിക്കാം. ക്ലിയർ ആണേ? ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്ന കാര്യം? ഇനി നമുക്ക് വേറൊരു പോർഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ എല്ലാ ചാപ്റ്ററിലും എന്താണ് ചെറിയ ചെറിയ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഗ്രാമർ പോർഷൻസ് പഠിക്കാറുണ്ട്. അപ്പൊ ഇവിടെയും നമ്മളൊരു ഗ്രാമർ പോർഷനിൽ എത്തിയിരിക്കുകയാണ്. ഇൻ വാക്യോം കെ രേഖാങ്കിത് ശബ്ദവും പർ ധ്യാൻ ദേം. അപ്പൊ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസിന് എന്താണ് കുറച്ച് ലൈൻസിന് കുറച്ച് വേർഡ്സിന് താഴെ ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മേ തുമേ ലേ ജാഊംഗാ. അപ്പൊ ഇവിടെ ഏത് ലൈനിലായിട്ടിരിക്കുന്നത്? ജാഊംഗാ. മേ തുമേം ലാ ജാഊംഗാ. ഞാൻ നിന്നെ കൊണ്ടുപോകും. ഓക്കെ, ആദ്യത്തെ ലൈൻ എന്താണ്? മേം തുമേം ലേ ജാഊംഗാ. ഞാൻ നിന്നെ കൊണ്ടുപോകും. രണ്ടാമത്തതോ? തും അപ്നാ ഘർ കൈസേ പഹ്ചാനോഗേ. നീ നിന്റെ വീട് എങ്ങനെ തിരിച്ചറിയും? തും അപ്നാ ഘർ കൈസേ പഹ്ചാനോഗേ. നീ നിന്റെ വീട് എങ്ങനെ തിരിച്ചറിയും? പഹ്ചാനോഗേ. ആദ്യത്തെ സെന്റൻസ് എങ്ങനെയായിരുന്നു? ഞാൻ നിന്നെ കൊണ്ടുപോകും. കൊണ്ടുപോകും എന്നുള്ളതിനാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ്? കൊണ്ടുപോകും, ജാഊംഗ. ഇവിടെയോ? തും അപ്നാ ഘർ കൈസേ പഹ്ചാനോഗേ. നീ നിന്റെ വീടെങ്ങനെ തിരിച്ചറിയും?
പിന്നെയോ ഹം കിസി തരഹ് പഹുഞ്ച് ജായേംഗെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരും. ഹം കിസി തരഹ് പഹുഞ്ച് ജായേംഗെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും എത്തിച്ചേരും. അപ്പൊ എന്താണ് നിങ്ങളൊക്കെ ഈ ഒരു സെന്റൻസിൽ, ഇനി സെന്റൻസ് പിന്നെ ഇനി വരുന്നുണ്ട്, നെക്സ്റ്റ് കുറച്ചുകൂടെ വരുന്നുണ്ട്. കഭി ന കഭി ഘർ മിൽ ഹി ജായേഗാ, എപ്പോഴെങ്കിലും എന്താണ് വീട്ടിലെത്തിച്ചേരും. പേട് കെ ബീച്ച് സേ താര ദിഖായി ദേഗാ, മരത്തിന്റെ ഇടയിലൂടെ നക്ഷത്രങ്ങളെ കാണും. വഹ് ഭാഷ സുനായി ദേഗി, ആ ഭാഷ കേൾക്കും. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെയും കുറച്ച് വേർഡ്സ്, ലാസ്റ്റിലുള്ള വരുന്ന കുറച്ച് വേർഡ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, മുന്നേ ഉള്ളതിലും നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസ് തോന്നുന്നുണ്ടോ? കേട്ടോ, കൊണ്ടുപോകും, തിരിച്ചറിയും, എത്തിച്ചേരും. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? ജാഊങ്ക, പൗച്ചാനോഗെ, ജായേംഗെ. നെക്സ്റ്റിൽ നമുക്ക് കുറച്ച് വരുന്നുണ്ട്, ജായേഗ, ദേഗ, ദേഗി. അപ്പൊ ഇവിടെയൊക്കെ സിമിലർ ആയിട്ട് എന്താ വരുന്നത്? ലാസ്റ്റിലുള്ള വേർഡ് അല്ലേ, ഗാ, ദേഗ, ദേഗി. പിന്നെയോ പിന്നെ എന്താ വന്നത്? ഇവിടെയും വന്നു ജാഊങ്ക, പഹ്ചാനേഗെ, ജായേംഗെ, ഗാ, ഗേ, ഗി എന്നെല്ലാമാണല്ലോ അവസാനിക്കുന്നത്. പിന്നെ ഇതിന്റെ മീനിങ്ങോ കൊണ്ടുപോകും, തിരിച്ചറിയും, എത്തിച്ചേരും എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾക്ക് ഇപ്പോൾ ഉള്ള കാലാണോ? അല്ല, അവർക്ക് നേടും. നേടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനിക്ക് ഈ എക്സാമിന്, ഈ വരുന്ന എക്സാമിന് ഞാൻ ഫുൾ മാർക്ക് നേടും. ഫുൾ മാർക്ക് നേടുന്ന നിങ്ങൾ മനസ്സിൽ ഉറച്ച് തീരുമാനിക്കുകയാണെങ്കിൽ അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണോ? അല്ല, ഇനി വരാനിരിക്കുന്ന കാര്യമാണല്ലേ. അപ്പൊ നമ്മളുടെ ഹിന്ദിയിലായാല് നമ്മുടെ ഈ ഒരു പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വ്യാകരണ വിഭാഗത്തിൽ നമ്മൾ കുറച്ച് കാലങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏതൊക്കെ കാലങ്ങളാ ഉള്ളത്? ഏതൊക്കെ കാലങ്ങളാ നമ്മൾ പഠിച്ചിരിക്കുന്നില്ലേ? ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്നൊക്കെ. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങള്, നടന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങള്, വരാനിരിക്കുന്ന കാലം അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടുപോകും, ഞാൻ നേടും എന്നൊക്കെ പറയുന്നത് ഏതു കാലാണ്? ഭാവി കാലം അല്ലേ. നമ്മൾക്ക് വരാനിരിക്കുന്ന കാലാണ് നമ്മൾ നേടും എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഈ ഭാവി കാലത്തിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് ഭവിഷ്യത്ത് കാൽ. ഏതു കാലാണ്? ഭവിഷ്യത്ത് കാൽ. ഈ ഭവിഷ്യത് കാലാണ് നമ്മൾക്ക് വരാനിരിക്കുന്ന കാലം. ഈ ഭവിഷ്യത് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയയില് നമ്മൾക്ക് വരാനിരിക്കുന്ന സമയത്തെ പറ്റി സൂചിപ്പിക്കുന്നതിന്റെ കാലത്തെയാണ് നമ്മൾ ഭവിഷ്യത് കാലം എന്ന് പറയുന്നത്. ക്രിയാക്കെ ജിസ് രൂപ് സെ ആനെ വാലെ की रूप को भविष्यत काल कहते हैं. അതായത് നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പ്രയോഗിക്കുന്ന ക്രിയയാണ് നമ്മൾ ഭവിഷ്യത് കാൽ എന്ന് പറയുന്നത്. ഈ ഭവിഷ്യത് കാലിലുള്ള ആ വാക്യം, ആ ക്രിയ എങ്ങനെയായിരിക്കും അവസാനിക്കുക? ഭവിഷ്യത് കാൽ की क्रियाओं के अंत में गा गे जी അങ്ങനെയുള്ള പ്രയോഗമായിരിക്കും ഉണ്ടാകുക. അതിന്റെ അവസാനം ഗാ ഗേ ഗി എന്നാണ് പൊതുവെ കണ്ടുവരിക. അപ്പൊ ഭവിഷ്യത് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന കാലത്തെയാണ് ഭവിഷ്യത് കാലം എന്ന് പറയുന്നത്. അപ്പം ഭൂതകാല്, ഭാവികാൽ और ഭവിഷ്യത് കാൽ, അല്ല ഭൂതകാൽ, വർത്തമാനകാൽ और ഭവിഷ്യത് കാൽ, ആ മൂന്ന് കാലങ്ങളിൽ ഭവിഷ്യത് കാലിൽ വരുന്ന പ്രയോഗമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഭവിഷ്യത് കാലിന്റെ അവസാനം ഗാ ഗേ ഗി അങ്ങനെയുള്ള പദപ്രയോഗമാണ് തന്നിട്ടാവുക. അപ്പോൾ ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന വർക്ക്. അപ്പൊ ഇവിടെയും അതാണ് കഭി ന കഭി ഘർ മിൽ ഹി ജായേഗ, എപ്പോഴെങ്കിലും എന്താണ് ഞങ്ങൾ വീട്ടിൽ എത്തിച്ചേരും. പേട് കെ ബീച്ച് സെ താര ദിഖായി ദേഗ, മരത്തിനിടയിലൂടെ നക്ഷത്രങ്ങളെ കണ്ടെത്തും. വഹ് ഭാഷ സുനായി ദേഗി, ആ ഭാഷ കേൾക്കും. അപ്പൊ ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ്, വരാൻ പോകുന്ന ആനേവാലേക്ക് സമയക്ക് സംഭാവന ഹേ, വരാനിരിക്കുന്ന സമയത്തെ കുറിച്ചിട്ടുള്ള സാധ്യതയാണ്. ഉസി കാൽ കോ ഹമേ भविष्यत काल कहती है. भविष्यत काल की क्रियाओं के अंत में गा गे जी आदि का प्रयोग होती है. ക്ലിയർ ആണോ? ഭവിഷ്യത് കാൽ. അപ്പൊ ഈ ഒരു ഗ്രാമർ പോർഷൻ ആണ് നമ്മൾക്ക് പറയുന്നത്. അപ്പൊ ഒരു വാക്യത്തിലുള്ള ഒരു ബന്ധം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ക്ലിയർ ആണോ? ഇതെല്ലാം നമുക്ക് ഗ്രാമർ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകുക കേട്ടോ മക്കളെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വർക്ക് വരുന്നത്, നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ലോകകഥ പഠിച്ചു അല്ലേ? ലോകകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടോടി കഥ, ഒരു കഹാനി. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കഹാനി, സെയിം മീനിങ് ആണ്. ഇനി നമുക്കിവിടെ നെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്താ? പട്കഥ. എന്താ പട്കഥ? കഥ അല്ല, ലോകകഥയല്ല. പട്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാം നിങ്ങൾക്ക്? പട്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്കഥാക്കെ ദൃശ്യക്കെ ഇസ് നമൂനെ പർ ധ്യാന ദേം. അപ്പൊ പട്കഥയിൽ ഒരു ദൃശ്യം തന്നിട്ടുണ്ട്, ആ ഒരു ഉദാഹരണം ശ്രദ്ധിക്കാനാ പറയുന്നത്. പട്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും, തിരക്കഥ. സിനിമ കാണുന്നവരല്ലേ നിങ്ങള്? എല്ലാവർക്കും സിനിമ ഇഷ്ടാകുമല്ലേ? അപ്പൊ സിനിമയിലൊക്കെ നമ്മൾ പറയാറുണ്ട് കഥ, തിരക്കഥ, സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടൈറ്റിൽ എഴുതി കാണിക്കുമല്ലോ. അതിൽ വരുന്ന തിരക്കഥയുടെ ഹിന്ദി മീനിങ് ആണ് പട്കഥ. അപ്പൊ തിരക്കഥ, ഒരു തിരക്കഥയുടെ ആ ഒരു മോഡൽ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് തിരക്കഥ. തിരക്കഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലേ? യെസ്, ഒരു തിരക്കഥ ഉണ്ടെങ്കിലാണ് എന്താണ് ഒരു സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ? ഒരു തിരക്കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് സിനിമ ഉണ്ടാക്കുക. അപ്പൊ ഈ തിരക്കഥ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? യെസ്, കഥ വേണം. ഒരു കഥ ഉണ്ടെങ്കിലേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? തിരക്കഥ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് കഥയിൽ നിന്നും തിരക്കഥ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു മോഡൽ തന്നിട്ടുണ്ട്. അപ്പൊ ദൃശ്യ ഏക്. അപ്പൊ ഏതാണ്? ദൃശ്യം 1. അപ്പൊ ഫസ്റ്റ് തന്നെ എന്തുണ്ടാകണം? ദൃശ്യ ഏക് തന്നിട്ടുണ്ട്. ദൃശ്യ ഏക്. പഹാഡി രാസ്ത ശാം കാ സമയ്. അപ്പൊ ആ കുന്നിലേക്കുള്ള വഴിയാണ് ശാം കാ സമയ്. സമയം വഴിയും തന്നിട്ടുണ്ട്. ശാം കാ സമയ് ഏത് സമയമാണ്? വൈകുന്നേരം സമയം. ദൂർ സെ പുറാനി ജലി ഹുയി ഇമാരത്തെ ദിഖ് രഹി ഹേ. അപ്പൊ ദൂരത്ത് എന്താണ്? വളരെ പഴക്കമുള്ള കത്തിയിട്ടുള്ള കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. एक बड़ी लड़की फार्म हाउस की रसोई के दरवाजे के बाहर बैठी സബ്ജിയാ ചീൾ രഹി ഹേ. ഒരു മുതിർന്ന പെൺകുട്ടി ഫാം ഹൗസിന്റെ അടുക്കളയുടെ ആ ഒരു വാതിലിന്റെ പുറത്തിരുന്നിട്ട് കണ്ട് സബ്ജിയാ ചീൾ രഹി ഹേ. ആ പച്ചക്കറികളുടെ തൊലിയെല്ലാം നീക്കുന്നുണ്ട്. ലഗ്ഭഗ് 11 साल की लड़की और 13 साल का लड़का उस बड़ी लड़की से बात कर रहे हैं. ഏകദേശം ഒരു 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഈ വലിയ പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ പട്കഥയുടെ ആദ്യത്തെ ദൃശ്യത്തിൽ ആ ഒരു കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്. അപ്പൊ ഇനി തന്നിരിക്കുന്നത് എന്താണ്? അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് സമയവും വഴിയും തന്നിട്ടുണ്ട്. പിന്നെയുള്ള ബാക്കി കാര്യങ്ങൾ ബ്രാക്കറ്റിനുള്ളിലാണ് തന്നിരിക്കുന്നത്. ഒരു 11ഉം 13ഉം വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും വലിയ പെൺകുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടി എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യവും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. എവിടെയാണ് സ്ഥലം, കറക്റ്റ് ടൈമും കാര്യമൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ തമ്മിലുള്ള കോൺവെർസേഷൻ എടുക്കാം. സങ്കോച് കെ സാത്ത്. അപ്പൊ സങ്കോച് കെ സാത്ത്, അപ്പൊ അവന്റെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവമാണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. കുറച്ചൊരു പരിഭ്രാന്തിപ്പെട്ടുകൊണ്ട് ചോദിക്കുവാണ്, ക്യാ ഹമേ ഖാനെ കെ ലിയെ കുച്ച് ദേ സക്തി ഹേ. എന്താ ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ഭക്ഷണമായിട്ട് കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ആൺകുട്ടി ചോദിക്കുകയാണ്. ബഡി ലടുക്കി. അപ്പൊ മുതിർന്ന പെൺകുട്ടി പറയാണ്, ഹാ ആവോ, ശരി വരൂ. മാ റസോയി മേഹെ. അമ്മ അടുക്കളയിലുണ്ട്. വ സറൂർ തുമേം കുച്ച് ദേങ്കി. അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും തരും. ലടുക്ക ബഹുത് ശുക്രിയ ദീദി. വളരെ നന്ദിയുണ്ട് ചേച്ചി. ലടുക്ക ബഹൻ കി ഗർദൻ കോ ബാഹുമേം ലിപ്ടാത്തെ ഹുയെ ധീമി ആവാസ്മേം. അപ്പൊ ഈ ആൺകുട്ടി പിന്നെ ചെയ്യുന്ന കാര്യമാണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. ലടുക്ക ബഹൻ കി ഗർദൻ കോ ബാഹുമേം. അതായത് ഈ സഹോദരിന്റെ കഴുത്തിലൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് പറയാണ് ധീമി ആവാസ്മേം. പതിഞ്ഞ സ്വരത്തിൽ പറയുകയാണ്. ക്യാ തുമ്നെ സുന. എന്താ നീ കേട്ടോ? യഹ് ലടുക്കി വഹി ഭാഷ ബോൾ രഹി ഹേ. ഈ പെൺകുട്ടി എന്താണ്? ആ ഭാഷയാണ് സംസാരിക്കുന്നത്. ജോ ഹമാരെ മാതാ പിതാ ബോൾത്തെ ഥേ. അതാണ് നമ്മുടെ അച്ഛനും അമ്മയും സംസാരിച്ച ആ ഭാഷയാണ് ഈ പെൺകുട്ടിയും സംസാരിക്കുന്നത്. अब हम सनोबर के पेड़ और तारे की तलाश शुरू कर सकते हैं. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സനോബർ മരവും ആ നക്ഷത്രത്തെ കുറിച്ചും നമുക്ക് അന്വേഷിക്കാം. ചലോ ഹം രസോയി മേ ചലത്തെ ഹേ. വരൂ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ആൺകുട്ടി പറയുകയാണ്.
ദോനോ ബച്ചെ രസോയിക്ക് ഓർ ചലത്തെ ഹെ. രണ്ട് കുട്ടികളും എവിടേക്ക് പോകുന്നു? അടുക്കളയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പൊ ഒരു പട്കഥയായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കഥയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗം തന്നെയാ അല്ലെ, ഒരു പെൺകുട്ടി ഫാം ഹൗസിന്റെ പുറത്തിരുന്ന് പച്ചക്കറി ക്ലീൻ ചെയ്യുന്നതും ഇവർ രണ്ടുപേരും അവിടേക്ക് ഭക്ഷണം ചോദിച്ചു ചെല്ലുന്നതും തുടർന്നുണ്ടായ കാര്യങ്ങളുമാണ് നമുക്കൊരു പട്കഥയായിട്ട്, അതായത് ഒരു തിരക്കഥയായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഈ തിരക്കഥ എന്തിനെ ആസ്പദമാക്കിയിട്ട് എഴുതിയിരിക്കുന്നത്? യെസ്, നമ്മുടെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ, സമയം, കൃത്യമായിട്ടുള്ള സമയം തന്നിട്ടുണ്ട്, ആ ഒരു സീൻസ് ആയിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ സീൻ 1 ദൃശ്യ 1 തന്നിട്ട് ആ ഒരു സമയം കാര്യമൊക്കെ തന്നു. പിന്നെ അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് അവരുടെ കോൺവെർസേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്താ വർക്കെന്ന് നോക്കാം. ആ കഹാനിക്ക് കിസി മാർമിക് പ്രസംഗ പർ പട്കഥാ കാ ഏക് ദൃശ്യ ലിഖേ. അപ്പൊ നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കഥയിലുള്ള ഏതെങ്കിലും വളരെ ഒരു നല്ല പ്രസക്തമായിട്ടുള്ളൊരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ, ഒരു തിരക്കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ കഥയിലെ ഏതിഷ്ടമുള്ള ഭാഗവും ആയിക്കോട്ടെ, അത് കുറച്ച് നല്ലൊരു പാട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തിരക്കഥ ഉണ്ടാക്കുക. അപ്പോൾ തിരക്കഥ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഒരു സമയം, അവരുടെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണം, സീൻസ് ആയിട്ട് തിരിക്കണം. പിന്നെയാണ് നമ്മൾ അവരുടെ കോൺവെർസേഷൻ എഴുതേണ്ടത്. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തിരക്കഥ എഴുതണമെങ്കിൽ ആദ്യം എന്ത് വേണം? കഥ വേണം. നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു സീൻ എഴുതിയിട്ടുണ്ട്. അപ്പം സോറി, സീൻ നമ്പർ ഞാൻ എഴുതിയിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സീൻ്റെ നമ്പർ കൊടുക്കുകയാണ്. ദൃശ്യ അവരൊന്നല്ലേ കൊടുത്തത്, അപ്പം നമുക്കൊരു ദൃശ്യ 4 കൊടുക്കാം. ഒരു 4ാമത്തെ സീനായിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു നമ്പർ ഇട്ടുന്നേ ഉള്ളൂ, ദൃശ്യ 4. ഘർ കി കമറ. ഘർ കി കമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വീടിൻ്റെ ആ ഒരു റൂം. ദോപഹർ കാ സമയം. ദോപഹർ കാ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച സമയത്ത്, സോറി ദോപഹർ കാ സമയമല്ല വരിക, രാത്രി കാ സമയമാണ് വരിക. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാണല്ലോ അവരവിടെ എത്തിച്ചേരുന്നത്. അപ്പോഴല്ലേ അവർ നക്ഷത്രം എല്ലാം കാണുന്നത്. രാത്രിയിൽ എത്തുമ്പോഴല്ലേ ഉള്ളൂ നക്ഷത്രം കാണുക. അപ്പൊ രാത്രി കാ സമയം, രാത്രിയാണ് സമയം. അന്തർ കമറേ മേം ഏക് ബൂഢാ ആദ്മി അപ്നി പത്നി കെ സാത്ത് ബൈഠാ ഹൈ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ, റൂമിൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു ബൂഢാ ആദ്മി, ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ അടുത്ത് സംസാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ബൂഢാത്മി പറയാണ് നിരാശാസി, എന്താണ്? അയാൾ ഒരു നിരാശ കലർന്നൊരു ഭാവത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. വസന്ത് ഫിർസെ ആ ഗയാ ഹൈ. വസന്തം വീണ്ടും വന്നു. പക്ഷി ഗാ രഹേ ഹേ. പക്ഷികൾ പാടുന്നുണ്ട്. ഫൂൽ ജഗഹ് ജഗഹ് ജാങ് രഹേ ഹേ ലേക്കിൻ ഹമാരെ ദിൽ മേ ഖുശി കി കോയി ഉമ്മീദ് നഹീ ഹേ. ആ ഒരു ഡയലോഗ് തന്നെയാണ് നമ്മൾ പറയുന്നത്. വസന്തം വീണ്ടും വന്നു, പക്ഷികൾ വീണ്ടും പാടുന്നുണ്ട്, പൂക്കൾ എന്താണ്? വിരിയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് എന്താണ്? സന്തോഷത്തിനുള്ള യാതൊരു അവസരവും ഇല്ല എന്ന് വയസ്സായിട്ടുള്ള ആത്മി പറയാണ്. തബ് ദർവാസാഗുല. അപ്പൊ അവരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തബ് ദർവാസാഗുല, വാതിൽ തുറക്കാണ്. പെട്ടെന്ന് നമ്മൾ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഏക്ക് ലഡ്ക ഔർ ഏക്ക് ലഡ്കി അന്തർ ആയേ. അപ്പം ഏക്ക് ലഡ്ക ഔർ ഏക്ക് ലഡ്കി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ മുന്നത്തെ സീനിൽ പറഞ്ഞിട്ടുണ്ട്, 11 साल की ലഡ്ക ഔർ 13 साल की 13 വയസ്സുള്ള ആ ഒരു കുട്ടിയും ഏക്ക് 11 साल की ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയും, നമ്മളൊരു കാര്യം നമ്മളവിടെ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എഴുതുന്നതായതുകൊണ്ട് അവിടെ നമ്മളൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രം. 11 साल की ലഡ്കി അന്തർ ആയ. ഒരു 13 വയസ്സുള്ള ആൺകുട്ടിയും ഒരു 11 വയസ്സുള്ള ആൺകുട്ടിയും ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ലഡ്ക, ഈ ആൺകുട്ടി വളരെ ദയാലുദാസ്യ, വളരെ ദയനീയമായിട്ട് ചോദിക്കുകയാണ്. ഹമേ ഖാനെ കെ ലിയെ കുച്ച് ദേ സക്തി ഹേ. നിങ്ങൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും തരുമോ? ബൂഢാ ആദ്മി പറയാണ്, ബച്ചോ പാസ് ആവോ, ഇവിടെ വരൂ. ആജ് രാത് ഹമാരെ സാത്ത് രഹോ. ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ എന്ന് പറയാണ്. ഹമാരെ ബच्चे അഗർ ഹമാരെ പാസ് ഹോത്തെ തോ ബിൽക്കുൽ ഹമാരെ ജൈസെ സുന്ദർ ഹോത്താ. അപ്പോൾ പറയാണ്, എൻ്റെ കുട്ടികൾ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ പോലെ തന്നെ സുന്ദരന്മാരാ, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നേനെ. ആങ്കോസി ആസൂജിർത്തേഹി. അപ്പോൾ ഈ ആത്മിൻ്റെ കണ്ണിൽ നിന്ന് വരുന്നുണ്ട് ആങ്കോസി ആസൂജിർത്തേഹി, കണ്ണിന്ന് കണ്ണീര് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ബ്രാക്കറ്റിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ബच्चे अपने പിതാ और മാതാ को गले लगा लिया और रोते रहे. അപ്പോൾ കുട്ടികൾ ഈ അച്ഛൻ്റെയും അമ്മൻ്റെയും കവളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കരയുക ചെയ്യുന്നത്. ലഡ്ക പറയാണ്, ഹം ഹി ആപ്കി ബच्चे ഹേ. ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളാണ്. ഹം വാപ്പസ് ലൗട്ട് ആയേ ഹേ. ഞങ്ങൾ തിരിച്ചു വന്നതാണ്.
हम സനോബർ के पेड़ से ही अपने घर को पहुंचान गए थे. നിങ്ങൾ ഈ സനോബർ മരത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വീട് തിരിച്ചറിഞ്ഞത്. ഖുഷിക്ക് മാതാപിതാക്ക് ആംഖേം ചലക് പടി. സന്തോഷം കൊണ്ട് അച്ഛൻ്റെയും അമ്മൻ്റെയും കണ്ണ് നിറയുന്നു. ഉൻഹോനെ ദോനോക്കെ ഗാളോക്കി ചുമ. രണ്ടുപേരും എന്താണ് അവരുടെ കവളിൽ ചുംബിക്കുന്നുണ്ട്. മാതാ ഖുഷി. അമ്മ സന്തോഷത്തോട് കൂടിയിട്ട് പറയുവാണ്, മുझे पता था कि आज कोई अच्छी बात होने वाली है. എനിക്കറിയാമായിരുന്നു ഇന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുമെന്ന്. आज सुबह सुबह हमारे पेड़ की शाखाओं में दो पक्षी बहुत मिठास के साथ गा रहे हैं. ഇന്ന് രാവിലെ ഇവിടെ മരത്തിലിരുന്നിട്ട് രണ്ട് പക്ഷികൾ വളരെ മധുരമായിട്ട് പാടുന്നുണ്ടായിരുന്നു എന്ന് അമ്മ പറയുകയാണ്. അപ്പം ഇത്രയൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഒരു പട്കഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സീനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സീനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയലോഗ് അല്ലാതെ ബാക്കി വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ബ്രാക്കറ്റിനുള്ളിലാണ് കൊടുക്കുക. പിന്നെ ആ ഒരു ടൈം കാര്യം എഴുതിയിരിക്കണം. ഏതെവിടെയാണ് ആ സ്ഥലം നടക്കുന്നത്, ആ ഒരു സീൻ എവിടെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ ആ ഒരു ടൈം ഏതാണ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. പിന്നെ ഇവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിലാണ് ചെയ്യുക, ഒരു ബ്രാക്കറ്റിലായിട്ടാണ് കൊടുക്കുക. അവരുടെ ഡയലോഗ് പറയുന്നത് ഏത് ഭാവത്തിലാണ്, സന്തോഷം കൊണ്ടാണോ സങ്കടത്തിലാണോ ഏതാണെന്നെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിച്ചത് പട്കഥ പഠിച്ചു, ഒരു ചരിത്ര ചിത്രം പഠിച്ചു, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, അത് കോൺവെർസേഷൻ അല്ലേ, അച്ഛനും അമ്മയും തമ്മിലുള്ള കുട്ടികളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് വരാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഗ്രാമർ പോർഷൻ പഠിച്ചിട്ടുണ്ട് ഭവിഷ്യത് കാലിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചരിത്ര ടിപ്പണിയൊക്കെ എഴുതുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ എഴുതാൻ വേണം. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്കിത് ലാസ്റ്റ് നമ്മുടെ ഘർ പേഡ് ഔർ താരേ കി യാദ് എന്ന സുന്ദരമായിട്ടുള്ള ലോകകഥ നമ്മുടെ മുന്നിൽ എത്തിച്ചതാരാണ്? മംഗളേഷ് ഡെബ്രാൽ ആണ്. ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇദ്ദേഹം എന്താ ജനിച്ചത്? ജന്മ 16 मई 1948 में और मृत्यु 9 दिसंबर 2020 में. അപ്പോൾ 1948 മെയ് 16 ജനിച്ചു. 2020 ഡിസംബർ 9 ഇദ്ദേഹം മരിക്കുകയും ചെയ്തത്. മംഗളേഷ് ഡെബ്രാൽ കാ ജന്മ ഉത്തരാഖണ്ഡ് में हुआ. മംഗളേഷ് ഡെബ്രാലിന്റെ ജനനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ജനിച്ചിരിക്കുന്നത്. പഹാഡ് पर लालटेन, घर का रास्ता, लेक की रोटी, हम जोगते हैं ആദി ഉൻകി പ്രമുഖ രചനായി ഹേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കൃതികളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ അദ്ദേഹത്തിന്റെ രചനകള്? പഹാഡ് पर लालटेन, घर का रास्ता, लेक की रोटी, हम जो देखते हैं. वे സാഹിത്യ അക്കാദമി പുരസ്കാർ സെ സമ്മാനിത് ഹേ. അപ്പൊ ഇദ്ദേഹത്തിന് ഏത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ മംഗളേഷ് ഡെബ്രാലിനെ കുറിച്ചിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഘർ പേഡ് ഔർ താരേ കി യാദ് കി ലേഖക്കാർ കോൻ ഹേ? മംഗളേഷ് ഡെബ്രാൽ ഹേ. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ട കാര്യമാണ്. പോയിന്റിനെ കുറിച്ച് മറന്നു പോകരുത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായി, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഘർ പേഡ് ഔർ താരേ കി യാദ് എന്ന ചാപ്റ്റർ നമ്മളിവിടെ നമ്മുടെ എല്ലാ വർക്ക്സുമായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.